കൂടുതൽ പഴിചാരപ്പെട്ട രണ്ടാളുകളാ. ഒന്ന് വിനീതനായ നേരത്തെ ഇവിടെ പ്രസംഗിച്ച ഷാജിയും ഈ വിനീതനായ ഞാനും. ഷുക്കൂർ കൊല്ലപ്പെട്ട പ്രിയപ്പെട്ടവര് ആ വെള്ളിയാഴ്ച ദിവസം 20-ാം തീയതി കൊല്ലപ്പെട്ട 27-ാം തീയതി വെള്ളിയാഴ്ച ഇറങ്ങിയ ദേശാഭിമാനി. ആ ദേശാഭിമാനിയിൽ ഞങ്ങൾക്കെതിരെ എഴുതിയത് ഇവിടെ ഗ്രീൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയുടെ കമാൻഡിംഗ് പവർ ഏറ്റെടുത്തുകൊണ്ട് സിറ്റിയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ഈ ഗ്രീൻ ഫോഴ്സിനെ പോറ്റി വളർത്തുന്നതും അവർക്ക് കരുത്തു കൊടുക്കുന്നതും ഇവിടെ ജില്ലയിലെ തീപ്പൊരി പ്രഭാഷകനായിട്ടുള്ള ഒരു യുവനേതാവും ചുരമിറങ്ങി വന്നിട്ടുള്ള മറ്റൊരു യുവനേതാവുമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ മനസ്സിൽ പോലും കരുതാത്ത, ഞാനിവിടെ പച്ച ബനിയനുമിട്ട് അതിന് കുട്ടികള് അതിന്റെ മുകളിൽ ഒരു പേരും എഴുതിയിട്ട് വന്നപ്പോ വല്ലാതെ ഭയപ്പെട്ടു പോയി. കാരണം ഞങ്ങൾക്കെതിരായി ദേശാഭിമാനി എഴുതിയത് ഞങ്ങൾ ഗ്രീൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി, അവർക്ക് ആയുധ പരിശീലനം നൽകി. എന്നിട്ട് ആ ആയുധ പരിശീലനത്തിന്റെ പിൻബലത്തിലാണ് ഇവിടെ ഈ ജില്ലയിലെ തീപ്പൊരി പ്രഭാഷകനായിട്ടുള്ള യുവനേതാവും ചുരമിറങ്ങി വന്നിട്ടുള്ള യുവനേതാവും പ്രവർത്തിക്കുന്നത് എന്ന് ദേശാഭിമാനി 27-ാം തീയതി ഞങ്ങൾക്കെതിരായി എഴുതിയപ്പോൾ ഞങ്ങൾ മനസ്സിൽ പോലും കരുതാത്തതാണ് ഇവർ എഴുതി പിടിപ്പിച്ചത് എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പ്രസംഗങ്ങളാണ് പലപ്പോഴും ഇതിന് ഹേതുവാക്കിയത് എന്ന് ആവർത്തിക്കുകയും ചെയ്തു. റൌഫിനെ മർദ്ദിച്ചതും ഈ പ്രസംഗത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഞാൻ ഇടക്കാട്ട് വെച്ച് നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ ഒരു ഉദ്ധരണി കൊടുക്കുകയും ചെയ്തു. ദേശാഭിമാനി ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായി അപവാദ കഥകളുമായിട്ട് റൌഫ് മുന്നോട്ട് വന്നപ്പോ അദ്ദേഹത്തിന് കാലിക്കറ്റ് പ്രസ് ക്ലബിൽ വെച്ച് നടത്താൻ കഴിഞ്ഞിട്ടുള്ള പത്രസമ്മേളനം ഞാൻ എല്ലായിടത്തും, എടക്കാട് മാത്രമല്ല, ഞാൻ എല്ലായിടത്തും വെല്ലുവിളിച്ചു വന്ന് ആ റൌഫിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായി ഇത്തരത്തിലുള്ള അപവാദ കഥകൾ പറഞ്ഞ് കണ്ണൂരിലെ പ്രസ് ക്ലബിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ, അദ്ദേഹം തിരിച്ചുപോയാൽ ഈ പണി അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് കോട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു വിഷയവും അതിന് ഒളിച്ചു വെക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ ഷുക്കൂറിന്റെ ആത്മാവിന്റെ ശാന്തി കിട്ടണമെങ്കിൽ ഈ നേതാക്കന്മാർ ഇവിടുന്ന് കാരാഗ്രഹത്തിലാവുക തന്നെ വേണം. പിന്നെ ചില ആളുകൾ ചോദിച്ചു, 2 മണിക്കൂർ തടഞ്ഞു വെച്ചിട്ടും എന്തേ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയത്? 2 മണിക്കൂർ തടഞ്ഞു വെച്ചിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് തളിപ്പറമ്പിലുണ്ടായിരുന്നു. ജാഫറിന്റെ ഗൃഹപ്രവേശനത്തിൽ ഞാൻ അന്ന് കോരമ്പിടിയിലുണ്ടായിരുന്നു. ഞങ്ങൾ അറിയില്ലായിരുന്നു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഇവിടുന്ന് ഷുക്കൂറിനെ രക്ഷപ്പെടുത്താൻ പകരം ഞങ്ങളുടെ ജീവനാണ് കൊടുക്കേണ്ടതെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഞങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല, ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്ന്. നിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ കൊണ്ടുപോകേണ്ടിടത്ത് കൊണ്ടുപോയിട്ട് പറയേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷുക്കൂറിനെ ഞങ്ങളുള്ളിടത്ത് എത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല ഷുക്കൂർ നിങ്ങളുടെ കയ്യിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. ഷുക്കൂർ നിങ്ങളുടെ കയ്യിൽ അകപ്പെട്ട വിവരം ഞങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ അരികിലെ ബ്രാഞ്ച് സെക്രട്ടറിയെ കൊണ്ടുപോകേണ്ടിടത്ത് ഞങ്ങളുടെ പ്രവർത്തകന്മാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ പിറകെ വന്ന് ഷുക്കൂറിനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് തിരിച്ചു പോകുമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ മരിച്ചു വീണതിന് ശേഷമാണ് ഇവിടുന്ന് ഞങ്ങളൊക്കെ അറിയുന്നത്. എന്നിട്ട് ഈ രാജ്യത്തെ NDF-കാരൻ പ്രചരിപ്പിച്ചു 2 മണിക്കൂർ തടഞ്ഞു വെച്ചത് ഞങ്ങളായിരുന്നെങ്കിൽ മോചിപ്പിച്ചേനെ എന്ന്. ഞങ്ങളുടെ കൂടെ ആയിരുന്നുവെങ്കിൽ ഷുക്കൂർ രക്ഷപ്പെടുമായിരുന്നു എന്ന്. ഇവിടുന്ന് ഫസലിനെ കൊന്നിട്ട് എന്തേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? ഞങ്ങളോട് ചോദിക്കുന്നു. 60 ദിവസം പിന്നിട്ടിട്ട് ഷുക്കൂറിന്റെ കൊലപാതകം കഴിഞ്ഞ് 2.5 മാസം പിന്നിട്ടുള്ള ഞങ്ങളോട് ചോദിക്കുന്നു, എന്ത് പ്രതികാരമാണ് ചെയ്തത്? എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്? എന്ത് തിരിച്ചടിയാണ് നിങ്ങൾ നൽകിയത്? 6.5 കൊല്ലമായി മരിച്ചു വീണ ഫസൽ, ആ ഫസലിന്റെ ഘാതകന്മാരെ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു രോമത്തിനൊരു തകരാറ് സംഭവിച്ചു എന്ന് പറയാൻ കഴിയുമോ? ഒരു നഖം വെട്ടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? അവരുടെ ശരീരത്തിന് ഒരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? 6.5 കൊല്ലമായി ഫസൽ കൊല്ലപ്പെട്ടിട്ട്, അന്ന് കൊല്ലപ്പെട്ടപ്പോ എന്താ പറഞ്ഞത്? 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി അന്ന് മജീദ് ഫൈസി പ്രാർത്ഥിച്ചത്, പടച്ച തമ്പുരാനായ നാഥ, രാജാതിരാജ സയ്യിദനായ തമ്പുരാനെ, ഞങ്ങളുടെ ഷഹീദ് ഫസലിന്റെ ഘാതകരിൽ നീ പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തരുതേ നാഥ എന്നാ പ്രസംഗിച്ചത്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഉയർത്തിവിട്ടു കൊടുക്കുന്ന, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹൃദയത്തിലേക്ക്
ആവാഹിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഫൈസിയാണത്രേ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. നന്മ ചെയ്തവന് നന്മയാണ് പ്രതിഫലം, തിന്മ ചെയ്തവന് തിന്മ തന്നെയാണ് പ്രതിഫലം എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ. അവിടെ ഞങ്ങളുടെ ഷഹീദ് ഫസലിന്റെ കാതകരിൽ അവിടുന്ന് പുരോഗമന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ നീ രക്ഷപ്പെടുത്തണേ, അവരെ ഉൾപ്പെടുത്തരുതേ നാഥ എന്ന് പ്രസംഗിച്ച ആളുകൾ ഇപ്പൊ കാരായിമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ചെയ്തപ്പോ, കാരായിമാരെ കാരാഗ്രഹത്തിലടച്ചപ്പോ, ആ പ്രതികളെ പഠിക്കാൻ സന്നദ്ധമായപ്പോ, ഇതിന്റെ പിന്നാലെ പോവുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്തപ്പോ, ഞാൻ ചോദിക്കട്ടെ, വേദനയൂറുന്ന മനസ്സോടെ കഴിഞ്ഞ ദിവസം ചാനലുകളുടെ മുമ്പിലേക്ക് വന്ന മറിയം ബി എന്ന് പറയുന്ന ആ വിധവയായ പെൺകുട്ടി ഉണ്ടല്ലോ, തന്റെ ഹൃദയ വേദന മുഴുവൻ ആവാഹിച്ചു കണ്ണുകളിലൂടെ കണ്ണുനീർ ചാലിച്ച, വാക്കുകൾ കിട്ടാതെ തൊണ്ടയിൽ കുരുങ്ങി ചാനലിന്റെ പ്രവർത്തകന്മാരോട് വിളിച്ചു പറയുമ്പോ എന്തേ മറിയം ബിബിയുടെ മുമ്പിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചത്? ഈ ഫസലിന് വേണ്ടി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? ഒരു ഘാതകന്റെ നഖം വെട്ടിയെടുത്തു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. 12 വർഷങ്ങൾക്ക് മുമ്പ് ഷാഫി ചാലികത്തിന്റെ ജില്ലയായ നമ്മുടെ ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന കുറ്റ്യാടി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അബൂബക്കർ മാസ്റ്റർ എന്ന് പറയുന്ന മനുഷ്യനെ വെട്ടി നുറുക്കിക്കൊന്നു. അതിലെ ഘാതകന്മാർ ഇപ്പോഴും കുറ്റ്യാടിയിലൂടെ നടക്കുന്നു. എന്ത് നിങ്ങൾ ചെയ്തത്? എന്ത് പ്രതികാരമാണ് നിങ്ങൾ ചെയ്തത്? 12 വർഷമായി ഏതെങ്കിലും ഒരുത്തന്റെ നഖം വെട്ടിയോ, ഒരുത്തന്റെ രോമം നിങ്ങൾ വലിച്ചെടുത്തോ, ഒരുത്തന്റെ ശരീരത്തിൽ ഒരു പ്ലൈഡ് കൊണ്ട് പോർലേൽപ്പിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളുടെ പ്രദേശമായ എന്റെ നിയോജക മണ്ഡലത്തിന്റെ തൊട്ടടുത്ത പ്രദേശമായ കൂത്തുപറമ്പിലെ തൊക്കിലങ്ങാടിയിൽ വെച്ച് ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയതിന് സമാനമായി നിന്റെ പ്രവർത്തകന്റെ കാൽപാദം വെട്ടി, എന്നിട്ട് റോഡ് സൈഡിലെ അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ് എന്താ ചെയ്തത്? എന്ത് നടപടിയാ ചെയ്തത്? എന്ത് പ്രതികാരമാ ചെയ്തത്? എന്ത് പ്രതികരണമാ നിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? നിന്റെ കാൽപാദം പറ്റിയ പ്രവർത്തകന്റെ കാൽപാദത്തിന് പകരം ഒരു നഖം പറിച്ചെടുക്കാൻ നിനക്ക് കഴിഞ്ഞോ? ഒരു രോമം പറിച്ചെടുക്കാൻ നിനക്ക് കഴിഞ്ഞോ? എന്ത് നടപടിയാ നീ ഉണ്ടാക്കിയത്? ഷുക്കൂറിനെ കൊന്നിട്ട് എന്ത് ചെയ്തു എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ, 2.5 മാസം മാത്രം കഴിയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ 12 കൊല്ലം കഴിഞ്ഞിട്ടും അവിടെ അബൂബക്കർ മാസ്റ്ററുടെ ഘാതകന്മാർ സഞ്ചരിക്കുന്നു, അവിടെ ഫസലിന്റെ ഘാതകന്മാർ സഞ്ചരിക്കുന്നു, കാലുപറ്റിയവൻ പോകുന്നു. നിങ്ങളുടെ താലൂക്ക് കാര്യവാഹകായിരുന്ന ഹിഷാം എന്ന് പറയുന്ന പ്രവർത്തകനെ ഈ പറയപ്പെടുന്ന കിർമാണി മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിൽ കയറി വെട്ടി നുറുക്കിയിട്ട് എന്ത് നടപടിയാണ് നിനക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത്? ഞങ്ങളോട് ചോദിക്കുകയാണ് എന്ത് ചെയ്തു എന്ന്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ ആക്രമിക്കുന്നതിനും അപ്പുറത്ത്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കെതിരെ വരുന്നതിനും അപ്പുറത്ത് നമുക്കറിയാം, മാട്ടൂലിലും അതുപോലെ തന്നെ മുട്ടത്തും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മറക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്. നിങ്ങൾ കരുതേണ്ട, ഇതിന് തിരിച്ചടി തരാൻ കഴിയാഞ്ഞിട്ടാണ് എന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. അതിന് ഒന്നുകിൽ മൂത്താപ്പയുടെ മകൻ, അല്ലെങ്കിൽ ഇളയാപ്പയുടെ മകൻ, അല്ലെങ്കിൽ മരുമകൻ, അതല്ലെങ്കിൽ കാരണവർ. ആ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് പലപ്പോഴും തിരിച്ചടി നൽകാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ തലയിൽ കയറി നിരങ്ങിക്കളയാം എന്നാണ് കരുതുന്നത് എങ്കിൽ, മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരെ അടിച്ചമർത്തിക്കളയാം എന്നാണ് കരുതുന്നത് എങ്കിൽ, ആയുധത്തിന്റെ ഫലത്തിൽ ഈ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിക്കളയാം എന്നാണ് കരുതുന്നത് എങ്കിൽ, പോരാട്ടങ്ങളുടെ ഫലഭൂമിയായ മാർക്സിസ്റ്റുകാരുടെ ആക്രമണാട്ടികത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാത്ത ഈ പാലക്കോടിന്റെ മണ്ണിൽ വെച്ച് ഞാൻ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആയുധമെടുക്കാത്തതും അടുന്ന് തിരിച്ചടി നൽകാത്തതും ഈ ഒരു പ്രതിഭാസങ്ങളുടെ അല്ലെങ്കിൽ കെട്ടുബന്ധങ്ങളുടെ ബന്ധനങ്ങളുടെ ഒക്കെ പേരിലാണ് എന്ന് മറന്നു പോകരുത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ ആക്രമിക്കാൻ, ഈ സമുദായത്തിലെ ആളുകളെ മാത്രം ആക്രമിക്കാൻ ഒരു സംഘടന ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നവരോട് ഒരു പുനർവിചിന്തനത്തിന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുക. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരു BJPയും നിങ്ങളും തമ്മിൽ നടന്ന ഒരു സംഘടനത്തിന്റെ കേസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. RSSും നിങ്ങളും തമ്മിൽ നടന്ന സംഘടനത്തിന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഒരു ക്രൈം നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. ഞങ്ങളുമായി ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. പുതിയങ്ങാടിയിലെ മാട്ടുകൂടത്തെ മുട്ടത്തെ പ്രവർത്തകന്മാർ കിടന്നുറങ്ങുമ്പോ ആ രാത്രിയിൽ കയറി ആക്രമിച്ചു നിങ്ങൾ. മാട്ടൂലിലെ കുട്ടികൾ അവിടെ ഇരിക്കുമ്പോ മിന്നലാക്രമണം നടത്തി നിങ്ങൾ. എന്നിട്ട് അവിടെ ഒളിവിലേക്ക് പോയി. അങ്ങനെ പോവാനും ഒരു മിന്നലാക്രമണം നടത്താനും നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ ഈ സമുദായത്തിന്റെ കുട്ടികൾക്കെതിരെ നടത്തുമ്പോൾ അവിടെയാണ് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. ആ മുന്നറിയിപ്പുകൾ സാധ്യതമാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമുദായത്തിന് ദ്രോഹമായി മാറുന്ന ഈ പ്രസ്ഥാനത്തെ പാലക്കോടിന്റെ മണ്ണിൽ ചെറുത്തതുപോലെ, പാലക്കോടിന്റെ മണ്ണിലേക്ക് അതിനെ ആവാഹിക്കാത്തതുപോലെ, പാലക്കോടിന്റെ മണ്ണിലേക്ക് അതിനെ കൊണ്ടുവരാത്തതുപോലെ ഇതിന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് ഇവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവാൻ ഞാൻ വളരെ വിനയത്തോടെ മറ്റുള്ള എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും ഇവിടുത്തെ അക്രമ രാഷ്ട്രീയത്തിനും അനീതിക്കും
അനീതിക്കുമെതിരെ പോരാടിയിട്ടുള്ള ഈ മണ്ണിലെ ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ, MSF-ന്റെ പ്രവർത്തകന്മാരെ 1000 അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്നെ കേട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ചു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ PK ഉനൈസ്, എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ, പ്രഗത്ഭ വാഗ്മി, യൂത്ത് ലീഗിൻ്റെ നേതാവ് അൻസാരി സാഹിബ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പയ്യന്നൂർ മണ്ഡലം യൂത്ത് ലീഗിൻ്റെ ക്യാമ്പിലേക്കാണ് എന്നെ വിളിച്ചത്. 2005 തായ്നയിൽ വെച്ച് ചേർന്ന പയ്യന്നൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ പ്രസംഗിച്ചതാണ് ഈ പ്രദേശത്തെ എൻ്റെ അവസാനത്തെ യോഗം. ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത്. അതിനിടയിൽ പഴയങ്ങാടിയിലോ മാട്ടൂലോ മറ്റോ വന്ന് സംസാരിച്ചതായി ഓർമ്മയിലുണ്ട്. ഏതായാലും ഷാജി സാഹിബിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. അൻസാരി സാഹിബിൻ്റെ വികാരോജ്വലമായ പ്രഭാഷണം അമ്പരപ്പോടെ ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത്. അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളും ഭാഷകളുമൊക്കെ ഈ പ്രദേശത്തെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ക്ഷോഭത്തിൻ്റെ പ്രതീകമായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെ പ്രസംഗിക്കുന്നില്ലെങ്കിലും അങ്ങേയറ്റം വേദനയിലും പ്രയാസത്തിലുമാണ് കണ്ണൂരിലെ സംഭവവികാസങ്ങളെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങളുണ്ടായിട്ടുണ്ട്. എത്രയോ കൊലപാതകങ്ങൾ. വലിയ വലിയ നേതാക്കന്മാർ വരെ കഠാരിക്കും ബുള്ളറ്റിനും ഇരയായി പിടഞ്ഞു വീണിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും മാസങ്ങളോളമായി ലൈവായി നിലനിൽക്കുകയും ചെയ്തൊരു കൊലപാതകമാണ് ഷുക്കൂർ എന്ന സഹോദരൻ്റെ. ഏറ്റവും ക്രൂരതയാർന്ന ഒരു കൊല അതിനുശേഷം നടന്നു. TP ചന്ദ്രശേഖരൻ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ 52 വെട്ടാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് വെട്ടിയത്. ഒരു വലിയൊരു കോണ്ടസ്റ്റ് സൃഷ്ടിച്ച് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കി ഇന്നത്തെ റിയാലിറ്റി ഷോയുടെ കാലഘട്ടമാണ്. ഒരു മനുഷ്യന്റെ ഡമ്മി ഉണ്ടാക്കി ആ ഡമ്മിയുടെ മുഖത്ത് 52 വെട്ട് വെട്ടാൻ പറഞ്ഞാൽ ആർക്കും വെട്ടാൻ കഴിയില്ല. അത്രയും ക്രൂരതയാർന്ന ഒരു കൊല നടന്നിട്ടും ഷുക്കൂറിന്റെ കൊലയുമായി ബന്ധപ്പെട്ട പ്രശ്നം വാർത്തയിൽ താഴോട്ട് പോകുന്നില്ല. കാരണം ഷുക്കൂറിനെ കൊന്ന രീതി അത്രയും പ്രാകൃതമായ രീതി. മൃഗീയമെന്ന് പറയാൻ പാടില്ല, മൃഗങ്ങൾ പോലും നാണിച്ചു പോയി. ഞാൻ സൗദി അറേബ്യയിൽ ഒരു 15 വർഷം മുമ്പ് പോയ സമയത്ത് അവിടെ ഹായിൽ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് പോയി. വളരെ അറേബ്യൻ പെനിൻസുലയിലെ മനോഹരമായ അൽ ഖസീം ഏരിയയിലെ ഹായിൽ എന്ന ഈ പ്രദേശം സുന്ദരമായ അറബ് പ്രദേശങ്ങളിലൊന്നാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു കാഴ്ച നേരിട്ട് കാണാൻ സാധിച്ചു. ഒരു ചെറിയ 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ഒരു സൗദി പൗരനെ തല വിച്ഛേദിക്കുന്ന, തല വെട്ടുന്ന ദിവസമാണ് ഞാൻ അവിടെ എത്തിയത്. ഞാൻ എത്തുന്നതിന്റെ തലേ ദിവസം തന്നെ യോഗങ്ങളുടെ അനൗൺസ്മെന്റ് തലേ ദിവസം വാഹനത്തിൽ നടത്തുന്ന പോലെ സൗദി ഗവൺമെന്റിന്റെ പോലീസ് വാഹനത്തിൽ നിന്നും അനൗൺസ്മെന്റാണ്. അറബിയിലായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. യാ യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയാം, മനുഷ്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ക്രൂരവും നിന്ദ്യവുമായ രീതിയിൽ ഒരു പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്ന ഈ വ്യക്തിയെ സൗദി അറേബ്യയിലെ ശരീഅത്ത് കോർട്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ വിധി പ്രകാരം വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര മണിക്കാണ് ആ കർമ്മം നടക്കുക.
അത് കാണാൻ എല്ലാവരും വരണം, ആ കാഴ്ച കാണണം. കൊല കാണാനാണ് വിളിക്കുന്നത്. എന്തിനാണ്? ഈ കൊല തന്നെ ആ മനുഷ്യന്റെ ജീവൻ എടുക്കുക മാത്രമല്ല കൊലയുടെ ഉദ്ദേശം, മറിച്ച് ഇനി അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ലാഞ്ചന പോലും അത് കാണുന്ന മനുഷ്യ മനസ്സിലുണ്ടാവില്ല. അവന്റെ ചിന്തകൾ, മനസ്സുകൾ എവിടെയെങ്കിലും ഇത്തരം മേഖലയിൽ പതറി തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവന്റെ ഓർമ്മകളിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഈ രംഗം വരണം. അതുകൊണ്ടാണ് ഇത് ജനമധ്യേ ചെയ്യുന്നത്. അപ്പൊ എനിക്കും കാണാൻ പോകാൻ തോന്നി. മനക്കെടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും ഇത് കാണണമെന്നാണ്. ഇവർ വന്നില്ല. പോയപ്പോൾ ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അത്രയും ജനം, നിറയെ പോലീസ് വാഹനങ്ങൾ, ആംബുലൻസുകൾ. അവിടെ ചെന്നു. ഞാനും ഇതുപോലെ കാണികളിൽ ഒരാളായി. ഞാൻ ഇവർ അറബിയിലാണ് കുറ്റപത്രം വായിക്കുന്നത്, ജഡ്ജി വായിക്കുന്നു, വേറൊരാൾ ഓതുന്നു, ഖുർആനിലെ ഒരു ഭാഗമെടുത്ത് പറയുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ഈ മനുഷ്യനെ ഒരു ആംബുലൻസിൽ കണ്ട് കൊണ്ടുവന്നു. അത് കാണേണ്ട ഒരു രംഗമാണ്. കറുത്ത വസ്ത്രമണിയിപ്പിച്ച് തലയൊക്കെ മൂടി പിന്നിലേക്ക് കൈ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് ഇരുത്തുക. ആ ഇരുത്തുമ്പോൾ തന്നെ ജനം ആകെ അങ്ങോട്ട് അമ്പരപ്പോട് കൂടിയ രംഗം കാണുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വണ്ടിയിൽ ഒരു വലിയൊരു കറുത്തിട്ടുള്ളൊരു മനുഷ്യൻ വന്നിറങ്ങുക, ഒരു അറബി. ആ അറബിയുടെ പിറകിൽ ഒരു സഹായിന്റെ കയ്യിൽ ഒരു പെട്ടി, ഗിറ്റാറും വയലിംഗ് ഒക്കെ ഇടുന്ന പോലുള്ളൊരു പെട്ടിയാണ്. ഈ അറബി ഇങ്ങനെ നടന്നു വരുന്ന സിനിമയിലൊക്കെ ഒരു വില്ലൻ വരുന്ന ഫീലിംഗാണ്. എല്ലാവരും നല്ലൊരു വലിയ, കാരണം ഇയാള് ശരിയായ ആരാചാരാണ്. ഇയാളെ കണ്ടാൽ തന്നെ പൊടിച്ചു. ഇയാൾ ആദ്യം വന്നു, ഈ മനുഷ്യന്റെ ചവിട്ടിൽ എന്തോ പറഞ്ഞു, എന്നിട്ട് തിരിച്ചു വന്ന് ഈ വലിയ ബോക്സ് തുറന്നു, അതിൻ്റെ അകത്തുനിന്ന് വാളുകൾ എടുത്തിങ്ങനെ നടന്നടുക്കുന്ന ഓരോരോ സ്റ്റെപ്പുമുണ്ട്. അത് ഭയങ്കരമാണ്. എന്നിട്ട് ആ തലാണ്ട് വെട്ടണ ഒരു രംഗമുണ്ട്. തലാണ്ട് വെട്ടുന്നു, ഫുട്ബോൾ പന്ത് പോണാരി ആ തല ഉരുണ്ടാണ് പോകുന്നു, ഈ ബോഡി കമിഴ്ന്ന് വീഴുന്നു. അപ്പോൾ തന്നെ ഒരു സ്ട്രക്ചറിൽ വന്ന് ഇത് രണ്ടും എടുത്തു വെച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകും. ഞാൻ 3 ദിവസം അവിടെ തന്നെ പനിച്ചു കിടന്നു. ആ രംഗം കണ്ട ഒരു രീതി ആലോചിക്കും. ഷുക്കൂറിന്റെ കൊലയെക്കുറിച്ച് കേട്ടെടുത്തോളം ഏകദേശം ഇതിന് തുല്യമായ രീതിയിലാണ് ഇവിടെ നടന്നത്. ഈ കുട്ടിയെ ഒരുപാട് ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ചാണ്, ഒരു പാടത്ത് കുറെ ആളുകൾ നോക്കി നിൽക്കുകയാണ് ഈ കുട്ടിയെ കൊന്നത്. തന്റെ ജീവന് വേണ്ടി ആ കുട്ടി നിലവിളിച്ചതായും ദൃക്സാക്ഷികൾ പറഞ്ഞവരെ പറഞ്ഞ് അങ്ങനെ അറിഞ്ഞതാ ഞങ്ങളൊക്കെ. ശേഷം അൻസാരിനെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു കുട്ടി എന്നെ കൊല്ലരുതേ, ആ കുട്ടി തന്റെ ജീവന് വേണ്ടി പലരെയും ഫോണിൽ വിളിച്ചു എന്നാണ് കേൾക്കുന്നത്. അത് CPM-ന്റെ പല പ്രാദേശിക നേതാക്കളെ പോലും കുട്ടിയുടെ സഹോദരൻ വിളിച്ചു എന്ന് കേട്ടവരൊക്കെ കേരളത്തിലെ സാഹിത്യ നായകന്മാരൊക്കെ ഷുക്കൂറിന്റെ വധത്തിൽ പ്രതിഷേധിച്ചവരാണ്. TP ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതിഷേധിക്കാൻ അറച്ചു നിന്നവർ പോലും ഷുക്കൂറിന്റെ വധത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ പല സാഹിത്യകാരന്മാരും പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു സാധാരണ ആർക്കും അങ്ങനെ മറക്കാനും പൊറുക്കാനും ആർക്കും കഴിയാത്തൊരു കൊലയാണ്. പക്ഷെ ആ കൊലക്ക് ഉള്ളിൽ പോലും അതിൻ്റെ അകത്ത് മുസ്ലിം ലീഗിനെയും യൂത്ത് ലീഗിനെയും ഒക്കെ ഒന്ന് അവരുടെ നിരുത്തരവാദപരമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഘട്ടത്തിൽ പോലും ഒന്ന് ഉറച്ചു നിൽക്കാൻ, ഒന്ന് മനക്കരുത്തോട് നിൽക്കാൻ അവർക്കൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഷുക്കൂറിന്റെ കൊലയുമായി ബന്ധപ്പെട്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഗൾഫിൽ പോയി, വലിയ വികാരമാണ്. എന്തുകൊണ്ട് ആൾ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ജയരാജനെ പിടിക്കുന്നില്ല, അവരെ പിടിക്കുന്നില്ല, ഇവിടെ പിടിക്കുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ കണ്ടല്ലോ രംഗങ്ങളൊക്കെ. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ പോലീസുകാർ പോലീസിനെ സമ്മതിക്കണം. പോലീസ്